2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥി നിർണയങ്ങൾ വളരെ സജീവമാക്കിയിരിക്കുകയാണ് ഇടത് വലത് BJP മുന്നണികൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഇന്ന് ഒരു മുഖ്യധാരാ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളെ കൂട്ടി വായിക്കുമ്പോൾ ആസിഫ് അലി തൊടുപുഴയിൽ ഒരുപക്ഷെ CPM-ന്റെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. CPM നേതൃത്വങ്ങൾ ആസിഫ് അലിയെ സമീപിച്ചതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ആസിഫ് അലി എന്തുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയായി മാറുമ്പോൾ അതൊരു ക്രെഡിറ്റായി മാറുക? നോക്കൂ, ആസിഫ് അലി എന്ന് പറയുന്ന നടൻ മലയാള സിനിമയിൽ വന്നത് മുതൽ ഇന്ന് ഈ നിമിഷം നിങ്ങൾ ഈ ന്യൂസ്, ഈ സ്റ്റോറി കേൾക്കുന്നിടം വരെ നിങ്ങളൊന്ന് സെൽഫായി ചിന്തിച്ചു നോക്കൂ. സാമൂഹ്യപരമായ ഇടപെടലുകൾ ഒരു കലാകാരൻ എങ്ങനെ നടത്തണം എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമല്ലേ ആസിഫ് അലി? ഫ്ലഡിന്റെ സമയത്ത് അതിജീവിതയെ, നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയോടൊപ്പം നിലപാടുറച്ചു നിൽക്കുന്നതിന്റെ കാര്യത്തിൽ, ഏറ്റവും അവസാനമായി രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട കേസിൽ ഇങ്ങനെ വളരെ നിസ്സഹായനായി അപഹാസ്യനായി പോയപ്പോ കേരള മനസാക്ഷിയുടെ മേൽ പുഞ്ചിരിക്കുന്ന മുഖമായി ആസിഫ് വന്നപ്പോ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിലെ ജനസഞ്ചയങ്ങൾ അദ്ദേഹത്തിന് ഐക്യം പ്രഖ്യാപിച്ചു വന്നതും നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ നോക്കൂ, ഈ അവസാന സമയം തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ആസിഫ് അലിയോട് അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ട്, വിധിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴും വന്നു നിലപാടുറച്ച പരാമർശങ്ങൾ. ആസിഫ് അലി ഒരു മാതൃകയാണ്. തികച്ചും ഒരു വലിയ സീനിയോറിറ്റി ഒന്നുമില്ലാതെ, സിനിമാ കുടുംബം എന്ന ഒരു പാരമ്പര്യമില്ലാതെ സിനിമയിലേക്ക് വന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് ഒരിടം നേടി ആളുകൾക്ക് ഇഷ്ടമുള്ള, നോ ഹേറ്റേഴ്സ് ആയിട്ടുള്ള ഒരു നടനായി ആസിഫ് അലി പരിണമിച്ചത് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൊണ്ടുകൂടിയാണ്. ആസിഫ് അലിയുടെ പിതാവ് തൊടുപുഴയിലെ നഗരസഭാ അധ്യക്ഷൻ കൂടിയായിരുന്നു. ഒരു ഇടതുപക്ഷ സഹയാത്രികന്റെ മകൻ കൂടിയാണ് അദ്ദേഹം. ആസിഫ് അലി രാഷ്ട്രീയം പറയേണ്ട സമയത്ത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയേണ്ട സമയത്ത്, അദ്ദേഹം പല പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ആശാവഹമായ പ്രതീക്ഷകൾ ഈ നാടിനായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. PJ ജോസഫിന്റെ തട്ടകമാണ് തൊടുപുഴ. ഒരുപക്ഷെ പ്രായാധിക്യം കൊണ്ട്, വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ കൊണ്ട് PJ ജോസഫ് പിന്നോട്ട് പോയി അപ്പു ജോൺ ജോസഫ് എന്ന അദ്ദേഹത്തിന്റെ മകനെ നിർത്തുമ്പോ UDF-ന്റെ എന്ന് PJ ജോസഫ് ഏത് മുന്നണിക്കൊപ്പം നിൽക്കുന്നോ അവിടെ ജയമുണ്ട്, PJ ജോസഫിന് ജയമുണ്ട്. അല്ലായിരുന്നെങ്കിൽ എതിർപക്ഷത്ത് PT എന്ന അതികായനായിരിക്കണമായിരുന്നു. PT-ക്ക് ശേഷം PJ എന്നൊക്കെ തൊടുപുഴയിൽ മത്സരിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പില്ലാതെ വോട്ടെടുക്കുന്ന ദിവസം, റിസൾട്ട് വരുന്ന ദിവസം ഒരു ആശങ്കയുമില്ലാതെ രാഷ്ട്രീയ കേരളം നോക്കുന്ന മണ്ഡലവുമാണ് PJ-ക്ക് തൊടുപുഴ. പക്ഷേ ആസിഫ് അലി എന്ന നിലപാടുറച്ച ചെറുപ്പക്കാരൻ, യുവാവ് ഒരു സ്ഥാനാർത്ഥിയായി വന്നാൽ ഉറപ്പാണ് ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ ഉണ്ടാകും. അത് ആസിഫ് അലിയുടെ ആരാധക വൃന്ദത്തെ മാത്രമായിരിക്കില്ല സ്വാധീനിക്കുക, ആസിഫ് അലിയെ ഇഷ്ടപ്പെടുന്ന മലയാള മനസ്സുകൂടി ഏറ്റെടുക്കാം. ഒരുപക്ഷെ കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി തൊടുപുഴ മാറിയേക്കാം.